മോളെ എന്താ പേര്? ഏതൻ ഋതു. ഏതൻ ഋതു ഏത് ക്ലാസ്സിലാ? 3ാം ക്ലാസ്സിലാ. എപ്പോ തൊട്ട് തുടങ്ങിയത്? 6 വയസ്സാകുമ്പോ. ആണോ? ഇത് ട്രെയിൻ ചെയ്യുന്നുണ്ട്? ഇതിങ്ങനെ ട്രെയിനിങ് ഉണ്ടോ? ഇല്ല, സ്വന്തമായിട്ട് പഠിച്ചത്. എങ്ങനെ സ്വന്തമായിട്ട് പഠിച്ചത് ഇത്? ഞാൻ പ്രാക്ടീസ് ചെയ്തതാ, എനിക്ക് ഇഷ്ടമാണ് അത്. അപ്പൊ മലയാളിയാണോ? ഇവിടെയാണോ സ്ഥലം? എവിടെയാ? കോഴിക്കോടിലാ. കോഴിക്കോടാണ്. നമ്മ കോഴിക്കോട് ആണല്ലേ? ആ ഇരിക്കുന്ന അങ്കിൾ ഇത് ചെയ്തു നോക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. കൊച്ചു പറയുന്ന കേക്ക്. വരൂ, എണീക്കൂ. അവിടുന്ന് എണീച്ച് വരൂ. ഇത് സ്റ്റക്കാവോന്ന് എനിക്ക് പേടി. എന്തിനാന്ന് അറിഞ്ഞില്ല കേട്ടോ ലോവിയാണ് ഇവിടുന്ന് പോയത്. അത്രേ ഉള്ളൂ. ഇല്ല, ഒന്നുകൂടെ ചെയ്ത് നോക്കണ്ട, നടക്കും. എവിടെയെങ്കിലും കറങ്ങി ഞാൻ കണ്ടു. എടാ ബെൽറ്റ് ഓൾറെഡി ഉള്ളതുകൊണ്ട് അപ്പൊ അതിൽ കിടന്ന് കറങ്ങിക്കോളും. ഞാൻ പക്ഷെ സ്ഥിരം ചെയ്യുന്ന ഒരു സാധനം കാണിച്ചു തരാം. സ്ഥിരം ചെയ്യണ സാധനം കാണിച്ചു തരാം. എങ്ങനെയാണെന്നറിയോ? ഇവിടുന്ന് നേരെ കാലിലേക്കാണ്. കാല് വെക്കാൻ പറ്റില്ല, സാരിയാണ് സാരി. ഈ ഒരു ഹെയർ സ്റ്റൈൽ ഞാനും വിചാരിച്ച എന്തായിരിക്കും എന്നുള്ളത്. പക്ഷെ ടോപ്പ് ടു ബോട്ടം ഞാൻ തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടത്. ഇതിനാണ് പറയുന്നത് കുങ്ഫു മദമോസ്ലെ. ഈ തലയിൽ വെച്ച് കറക്കാൻ അത് എങ്ങനെ മോക്ക് തോന്നിയതാണോ ആരെങ്കിലും പറഞ്ഞതാണോ? ഒന്ന് അമ്മ തലയിൽ വെച്ച് കറക്കാൻ ആര് പറഞ്ഞു? അമ്മ പറഞ്ഞു. അടിപൊളി കേട്ടോ. ഏതാ സ്കൂൾ ഏതാ പഠിക്കുന്നേ? റിയാദില, ന്യൂ മിഡിൽ ഈസ്റ്റ് ഇന്റർനാഷണൽ സ്കൂൾ. ആദ്യമേ ചോദിച്ചേ. But she knows English and she has an accent in her. അതെ, അതാ ഞാൻ ആദ്യമേ മലയാളമാണോ എന്ന് ഞാൻ കംഫർട്ടബിൾ രീതിയിൽ ചോദിച്ചു. അപ്പൊ കൊച്ചു കുഴപ്പമില്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ചക്കരേനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറെ നേരമായിട്ട് ചോദിക്കുന്നു, അതിനൊരു ചാൻസ് കൊടുക്കുക അത് ചെയ്യാൻ. ശ്രീവിദ്യ 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 ശ്രീവിദ്യ. തീപ്പരികത്തും പറയുന്നു. ഞാൻ ടെൻഷൻ അടിച്ചിരുന്നത് എനിക്ക് കറക്കുമ്പോഴേ പാവാടയും ഇത് ഞാൻ കുറെ കണ്ട. അപ്പോഴും വിചാരം പാവാടയിലാണ്. നിങ്ങളുടെ പേര് നിങ്ങൾ ഇങ്ങനെ ഉറപ്പിക്കല്ലേ? ആഭാസ വരൂ. ആഭാസ അഭ്യാസി വരൂ. ഇല്ലല്ല, ഞാനിത് മുകളിലേക്ക് മെയിലേക്ക് അഖില് കറക്കും, പെണ്ണുങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു. ഉണ്ടല്ലോ, ക്യാരക്ടറിലേക്ക് എത്തി. കിട്ടും. ഇത് മാത്രമല്ല ട്യൂബ് തിന്നും, ആട്ടുകളിൽ നെഞ്ചിൽ വെച്ചിട്ട് ഇത് ആട്ടും. പിന്നെ ഇവരെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ 3 ദിവസം അതിനടുത്ത് കാലിൽ കൂടെ കയറ്റി. കാലില് വെറുതെ അല്ല നാട്ടുകാര് പറയണല്ലേ. അപ്പൊ എന്തായാലും ഏതൻ, we really loved your performance. Okay, ക്യൂട്ട് സ്മൈൽ ഉണ്ട്. റിയാദിച്ചേട്ടൻ എല്ലാവരോടും ഞങ്ങൾ അന്വേഷണമൊക്കെ പറയണം, ഇനിയും വരണം.